പി.ടി. റഹീമും ചില ആളുകളും അതേപോലെ CPM-ൻ്റെ ചില ആളുകളും കൊടുവള്ളിയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഫണ്ട് കിഫ്ബിയിൽ നിന്ന് ഞാൻ ഒന്നാം പിണറായി സർക്കിളിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയുണ്ടായി. അതിന് സഹായകരമായുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത് മന്ത്രി റിയാസാണ്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് പരിഹരിച്ചിട്ടില്ലെങ്കിൽ കടുത്ത നിലപാട് ഞാൻ സ്വീകരിക്കേണ്ടി വരുന്നുണ്ട്. അപ്പം അത് പരിഹരിക്കാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, 2021 തെരഞ്ഞെടുപ്പിൽ ചില ആളുകൾ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിന് ഞാൻ ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിക്കും ഒരു പരാതി കൊടുത്തിരുന്നു. അത് എവിടെയും പുറംലോകം കണ്ടിട്ടില്ല. അപ്പം അത് വളരെ പ്രയാസം എനിക്കുണ്ടായിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരുപാട് പണിയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും, സാമ്പത്തിക ചെലവുണ്ടാവും. അപ്പം ആ നിലക്ക് ഈ ഒരു പരാതി കൊടുത്തിട്ട് അത് മുഖവിലക്കെടുക്കാതിരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ആ കാര്യത്തിൽ ദുഃഖിതനാണ്. അതാണ് അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഈ എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ച ആളുകളുടെ പേരടക്കം ഞാൻ പരാതിയിൽ പരാമർശിച്ചിട്ടുണ്ട്. അവർക്കെതിരെ ഒരു നടപടിയും അല്ലെങ്കിൽ ഒരു വിളിച്ച അന്വേഷണം പോലും നടത്തിയിട്ടില്ല. അല്ല, അതിലിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പി.ടി. റഹീമും അദ്ദേഹത്തിൻ്റെ അനുയായികളും കുടുംബക്കാരും അതേപോലെ CPM-ൻ്റെ ചില നേതാക്കന്മാരും അവരാണ് എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഓരോരാളെയും പേര് മെൻഷൻ ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ സ്രാഞ്ച് ഫ്ലൈ ഓവർ തുരങ്കപാത കൊണ്ടുവന്നിരുന്നു 55 കോടി രൂപയുടെ പദ്ധതി. അത് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരുടെയും ജനന്മാരുടെയും സ്ഥലം നഷ്ടപ്പെടുമെന്നുള്ളത് കണ്ടതുകൊണ്ടാണ് അദ്ദേഹം കൂട്ടുനിന്നുകൊണ്ട് മന്ത്രിക്ക് കത്ത് കൊടുപ്പിച്ചതും അത് നിർത്തിവെക്കാൻ ആവശ്യമായുള്ള നടപടി മന്ത്രി സ്വീകരിക്കേണ്ടി വന്നതും. അദ്ദേഹത്തിൻ്റെ കുടുംബം, കൊടുവള്ളിയുള്ള കുടുംബം, ഇതിൻ്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്ന കുടുംബം. ഈ ആരോപണങ്ങളൊക്കെ നേരത്തെ 5 വർഷം മുമ്പുള്ള സംഭവമാണല്ലോ, ഈ റോഡിൻ്റെ കാര്യം ഉൾപ്പെടെ ആരോപണങ്ങൾ പിന്നീട് 5 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ വൈകിയുള്ള അല്ല, ഞാൻ നേരത്തെ ഒരു വർഷം മുമ്പേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇത് പരിഹരിക്കുന്നില്ലെങ്കിൽ കടുത്ത നിലപാട് ഞാൻ സ്വീകരിക്കും, സഹയാത്രികനായി തുടരില്ല എന്നുള്ളത്. അപ്പോൾ ഈ സന്ദർഭം ഒരു തിരഞ്ഞെടുപ്പ് വന്ന ഘട്ടത്തിൽ പോലും ഇതിനൊരു പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് തുടരുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ സഹയാത്രി സ്ഥാനം ഒഴിവാകുന്നത്. അല്ല, അതിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് വഞ്ചനകൾ ചതിയും നടത്തിയിട്ടുണ്ട്. അതിൽ ചില ജില്ലാ നേതാക്കന്മാരുണ്ട്, മന്ത്രിയുണ്ട്, ഏരിയ കമ്മിറ്റി ആളുകളുണ്ട്, അങ്ങനെ പലരും ഉണ്ട്. ആളുകളുടെ പേര് വ്യക്തമായിട്ട് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. കൂടുതൽ വിവാദത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. താങ്കളുടെ കാലത്ത് ഇവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതൊക്കെ പക്ഷേ ആ സർക്കാരിൻ്റെ കൂടി പാർട്ടി സഹകരണ. അല്ല, അത് പാർട്ടി സഹകരണമല്ല. ഞാൻ കൊണ്ടുവന്ന പദ്ധതി ഞാൻ തന്നെ ആയിരുന്നല്ലോ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നിർദ്ദേശം കൊടുത്തതും നടപ്പിലാക്കാൻ ആവശ്യമായ പ്രവർത്തനം നടത്തിയിട്ടുള്ളതൊക്കെ. അതിൽ പാർട്ടിക്കാർക്ക് സ്വാഭാവികമായിട്ടും അത്ര ബന്ധവും താല്പര്യമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അല്ല, ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാരണം കൊണ്ടാണ് ശത്രുത ഇല്ല. എൻ്റെ തുറന്നു പറച്ചിൽ മാത്രമല്ല, ശത്രുത ഇല്ല.